ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും രാജ്യം. ഭീകരാക്രമണത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തി ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന യുവതിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല. ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഓരോരുത്തരും ആ കാഴ്ച കണ്ടത്. കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥൻ വിനയും ഭാര്യ ഹിമാൻഷിയും ഏപ്രിൽ 16-നായിരുന്നു മധുവിധ് ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയത്. വെറും 6 ദിവസം മാത്രം പ്രായമുള്ള ദാമ്പത്യം വിവാഹത്തിനായി കയ്യിലണിഞ്ഞ മൈലാഞ്ചി പോലും മാഞ്ഞില്ല. അത്രയും കാലം സ്വപ്നം കണ്ട് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്നേക്കുമായി ഒരു നോവായി മാറി. മരിക്കുന്നതിന്റെ തലേനാൾ നർവാളും ഹിമാൻഷിയും തമ്മിലുള്ള റൊമാൻറ്റിക് വീഡിയോ ആണിത്. ഈ വീഡിയോ ഓരോരുത്തരെയും കണ്ണ് നനയ്ക്കുകയാണ്. എത്രയെത്ര പ്രതീക്ഷകളോടെയായിരിക്കും അവർ കാശ്മീരിലേക്ക് പോയത്. അവരുടെ മുഖത്തെ പ്രണയവും സന്തോഷവും ഒക്കെ കണ്ടില്ലേ? എത്ര പെട്ടെന്നാണ് അതെല്ലാം അവസാനിച്ചത്. ഹിമാൻഷിയുടെ സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്തി കൺമുന്നിൽ ഭീകരൻ വിനയനെ കൊലപ്പെടുത്തി. ആ പെൺകുട്ടിക്ക് എല്ലാം സഹിക്കാൻ കരുത്തു നൽകണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. കഴിഞ്ഞ 16-ാം തീയതി കല്യാണം കഴിഞ്ഞു. 17-നും 18-നും ഉള്ള ചടങ്ങുകൾ തീർത്ത് രണ്ടുപേരും കാശ്മീരിലേക്ക് 19-ാം തീയതി തിരിച്ചു. ആ സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു തങ്ങളുടെ സന്തോഷങ്ങളെയും സമാധാനത്തെയും തല്ലിക്കെടുത്തുന്ന ഒരു യാത്രയാണിതെന്ന്. തൻ്റെ പ്രിയതമനെ തനിക്ക് നഷ്ടപ്പെടാൻ പോകുകയാണെന്ന്. എന്നാൽ വിനയ് മരിക്കുന്ന ദിവസം അമ്മ സന്തോഷത്താൽ ചുറ്റുമുള്ളവർക്ക് സമ്മാനപ്പൊതികളും സന്തോഷത്തിന്റെ ലഡുകളും നൽകിയിരുന്നു. മകന്റെ വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു ആ അമ്മക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത്. മകനെയും മരുമകളെയും സന്തോഷത്തോടെ പറഞ്ഞയച്ച അമ്മ അവർ തിരിച്ചു വരുന്നതും കാത്തുകാത്തിരുന്നു. ഒടുക്കം വന്നതാകട്ടെ മകന്റെ ചേതനയറ്റ ശരീരം. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. മരുമകൾ തന്റെ പ്രിയതമന്റെ ചേതനയറ്റ ശരീരത്തിനരികെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അമ്മയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയ മരുമകൾ മകന്റെ ചേതനയറ്റ ശരീരത്തിന് മുമ്പിൽ സല്യൂട്ട് നൽകി ജയ്ഹിന്ദ് വിളിക്കുന്നു. ഇതെല്ലാം കണ്ട് എങ്ങനെയാണ് ഒരു അമ്മ സഹിക്കുക? അവരുടെ ഹൃദയം പൊട്ടുന്ന കാഴ്ചയല്ലേ അത്? മലയാളികളുടെ ഹൃദയം തകർക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ബാക്കിയുള്ളത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തന്റെ മകൻ ഭീകരരുടെ വെടിയേറ്റ് വീണ ദിവസം ആ വിവരങ്ങൾ ഒന്നും അറിയാതെ അയൽവാസികൾക്ക് മകന്റെ കല്യാണത്തിന്റെ മധുരം വിതരണം ചെയ്യുകയായിരുന്നു നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ അമ്മ. നർവാളിന്റെ വിവാഹത്തോടെ കുടുംബത്തിൽ ആഘോഷത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ആർഭാടകരമായിട്ടുള്ള ആഘോഷങ്ങളാണ് അവിടെ നടന്നത്. കുടുംബങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു പഹൽഗാമിൽ വിനയ് ഭീകരരുടെ വെടിയേറ്റ് വീഴുന്നത്. കാശ്മീരിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടെന്നറിഞ്ഞ് കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ഹിമാൻഷിക്കും നർവാളിനും ഒന്നും സംഭവിക്കരുതേ എന്ന്. പക്ഷേ വൈകിട്ടോടെ കുടുംബവും നാട്ടുകാരുമെല്ലാം ആ ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞു. വിനയ് നർവാളിന് ആ ദുരന്തം സംഭവിച്ചു എന്ന്. 21-നാണ് ഭാര്യ ഹിമാൻഷിയുമായി മധുവിധ് ആഘോഷിക്കാൻ വിനയ് പഹൽഗാമിൽ എത്തിയത്. ആദ്യം ഹണിമൂണിനായി സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ വിസ ലഭിക്കാതെ വന്നതോടെ തന്നെ കാശ്മീരിലേക്ക് യാത്രയായി. എന്നാൽ ഭീകരരുടെ തോക്കിന് മുന്നിൽ ഹിമാൻഷിയുടെയും വിനയിന്റെയും ദാമ്പത്യം 6 ദിവസമായി ഒടുങ്ങി. മെഹന്തിയുടെ നിറം മാറാത്ത കൈകളുമായി വിനയുടെ മൃതദേഹത്തിനരികെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഹിമാൻഷിയെ രാജ്യം ഒരിക്കലും മറക്കില്ല. ഡൽഹി വിമാനത്താവളത്തിൽ വിനയുടെ മൃതദേഹം എത്തിയപ്പോൾ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞ ഹിമാൻഷി സല്യൂട്ട് നൽകി ജയ്ഹിന്ദ് വിളിച്ചാണ് പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് വിനയുടെ നെഞ്ചിലും കഴുത്തിലും ഇടതു കൈയിലും വെടിയേറ്റിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ വിനയ് മരിച്ചിരുന്നു. വിനയിന് വെടിയേറ്റ സമയം പ്രിയതമ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ജീവനു വേണ്ടി പിടയുന്ന ഭർത്താവിനു മുമ്പിൽ ആർത്തലച്ചു കരയാനല്ലാതെ ഹിമാൻഷിക്ക് കഴിഞ്ഞില്ല.